പേഷ്യന്റ് വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ കടലമാവ് പുരട്ടാറുണ്ട്. പക്ഷെ എന്തിനാ അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ പോകേണ്ട ഒരു കാര്യമില്ല. മൈൽഡ് സോപ്പ് വെച്ചിട്ട് എന്തെങ്കിലും നമ്മളെ കുളിക്കാൻ നേരത്ത് വാഷ് ചെയ്യുക, അല്ലാത്ത സമയത്ത് വെറുതെ ഇടുക എന്നുള്ളത്. നമുക്കിപ്പോ പീരീഡിന്റെ സമയത്ത് ഒരു ലോങ് പ്യൂബിക് ഹെയർസ് ഒക്കെ ഇരിക്കുമ്പോൾ ബ്ലഡ് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരാം. അതായത് ബ്ലഡ് ഒക്കെ ക്ലീൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ ഇൻഫെക്ഷൻസ് വരാനുള്ള റിസ്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ സമയം ആകുമ്പോഴേക്കും ട്രിം ചെയ്ത് വെക്കുക എന്ന് പറയുന്നത്. പക്ഷെ ഷേവ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ ഫുൾ ആയിട്ട് റിമൂവ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമെന്ന് വെച്ചിട്ടാൽ ഈ ഹെയറിന്റെ റൂട്ടിലൊക്കെ ഇൻഫെക്ഷൻസ് വരാം. അപ്പൊ നമ്മൾ ഈ ഷേവ് ചെയ്യുകയോ അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ട് ട്രിം ചെയ്യുകയോ ചെയ്യുമ്പോൾ ഹെയർ റൂട്ടിലൊക്കെ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ മുഖത്ത് ഷേവ് ചെയ്യുമ്പോൾ അവർക്ക് അറിയാലോ, ആഫ്റ്റർ ഷേവ് അപ്ലൈ ചെയ്യുമ്പോൾ നീറുന്നത് ചെറിയ ചെറിയ മുറിവുകളുള്ളതാണ്. അതേപോലെ തന്നെ ആ ഒരു ഏരിയ ഷേവ് ചെയ്യുമ്പോൾ അവിടെ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാവും. അതിലൂടെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വരും. അപ്പൊ അതുകൊണ്ടാണ് ഷേവിങ് ഒഴിവാക്കുന്നത്. നമ്മുടെ ഉദ്ദേശം ഇത് ക്ലീൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് ഫുൾ ആയിട്ട് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ട്രിംഡ് ആയിട്ടുള്ള ഒരു വേർഷനിൽ വെച്ചാലും മതി. അത് സിസേഴ്സ് യൂസ് ചെയ്ത് ട്രിം ചെയ്താലും മതി. ഇനി ട്രിമ്മർ യൂസ് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ പോലെ ചെറിയ കട്ട്സ് ഉണ്ടാവാം. പിബിക് ഹെയർ എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ചും വജൈന റിലേറ്റഡ് ആയിട്ടുള്ള അവിടേക്ക് ആകുമ്പോഴത്തേക്കും ഇൻഫെക്ഷൻ ആകാനുള്ള ചാൻസ് കൂടുതലല്ലേ? കൂടുതലാണ്. മുറിവ് വന്നാൽ ബ്ലീഡിങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പ്ലസ് വെജൈനയുടെ റീജിയനിലേക്ക് ക്ലോസ് ആയിട്ട് വരുമ്പോൾ ബ്ലീഡിങ്ങിന് ചാൻസും കൂടുതലാണ്, ഇൻഫെക്ഷനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു ഉദ്ദേശത്തിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഷോർട്ടാക്കി വെച്ചാൽ മതി എന്നുള്ളത്. ഇപ്പൊ എല്ലാ വാഷസും എല്ലാവർക്കും സെയിം ആയിട്ട് വർക്ക് ചെയ്യണം എന്നില്ല. ചിലർക്ക് അതിലെ കണ്ടന്റ്സിന് അലർജി വന്നിട്ട് ഇൻഫെക്ഷൻസിലേക്കൊക്കെ പോകുന്നത് കാണാറുണ്ട്. അപ്പോൾ ഞാൻ യൂഷ്വലി പറയാറ്, നിങ്ങൾ എന്തെങ്കിലും മൈൽഡ് സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യുക. ദിവസത്തിൽ ഒരു പ്രാവശ്യം സോപ്പ് ഉപയോഗിച്ചാൽ മതി. ബാക്കിയുള്ള സമയം വെറുതെ വെള്ളം വെച്ച് വാഷ് ചെയ്ത് ഡ്രൈ ആക്കി വെക്കുക. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ എപ്പോഴും മോയിസ്റ്റ് ആണ്, ഹ്യൂമിഡ് ആണ്. അപ്പൊ ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ അടഞ്ഞിരുന്നിട്ട് ഈർപ്പം നിൽക്കും. പിന്നെ പലപ്പോഴും ടോയ്ലറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ ഇതുണ്ടാവും, ടിഷ്യൂസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നല്ല വാഷ്റൂംസ് ആയിരിക്കില്ല. അപ്പൊ ചിലപ്പോൾ പിടിച്ചു വയ്ക്കും. അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കൊണ്ടാണ് റിക്കറന്റ് വെജൈനൽ ഇൻഫെക്ഷൻസ് വരുന്നത്. അപ്പൊ നമ്മൾ പോയിട്ട് പിന്നെയും പിന്നെയും ഈ വാഷസ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ സ്പ്രേസ് യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ നോർമലി ഉണ്ടാവേണ്ട ഒരു കവറിങ് ഉണ്ടല്ലോ, അതൊക്കെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അലർജി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഫേസ് വെക്കുന്ന പോലെ തന്നെ വളരെ സെൻസിറ്റീവ് ആയിട്ട് തൊട്ട് തലോടി വെക്കേണ്ട സ്ഥലമാണ് ഈ പ്രൈവറ്റ് ഏരിയാസ് എന്നും പറയുന്നത്.